ഹലോ, നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് പോവാണ്. സെക്കൻഡ് ചാപ്റ്ററിന്റെ പേരാണ് ബാദൽ ആൻഡ് മോത്തി. ബാദൽ ആൻഡ് മോത്തി ഒക്കെ ആരാണെന്ന് ഈ ചാപ്റ്റർ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. There was a boy called ബാദൽ. ഒരിടത്ത് ഒരു ബോയ് ഉണ്ടായിരുന്നു, അവന്റെ പേരാണ് ബാദൽ. ഈ ഒരു ചിത്രത്തിൽ കാണുന്നുണ്ടല്ലേ, ഇയാളാണ് ബാദൽ. He lived with his mother in a village and they were very happy. അവൻ അവന്റെ അമ്മയുടെ കൂടെ ഒരു വില്ലേജിലായിരുന്നു താമസിച്ചിരുന്നത്. They were very happy. അവർ രണ്ടുപേരും വളരെ ഹാപ്പി ആയിരുന്നു. One evening, when Badal was returning from school, he saw a puppy shivering in the cold. ഒരു ദിവസം വൈകുന്നേരം ബാദൽ സ്കൂൾ വിട്ടിട്ട് വീട്ടിലേക്ക് നടന്നു വരികയായിരുന്നു. He saw a puppy. അവൻ റോഡ് സൈഡിൽ ഒരു പപ്പിയെ കണ്ടു. ഷിവറിംഗ് ഇൻ ദ കോൾഡ്. ഷിവറിംഗ് എന്ന് പറഞ്ഞാൽ തണുത്തിട്ട് വിറയ്ക്കുക. ഷിവറിംഗ് ഇൻ ദ കോൾഡ്, തണുത്ത് വിറയ്ക്കുന്ന ഒരു പട്ടിക്കുട്ടിയെ റോഡ് സൈഡിൽ കണ്ടു. ബാദൽ ബ്രോട്ട് ഹിം ഹോം. ബാദൽ ആ ഒരു പപ്പിക്കുട്ടിയെ റോഡിൽ നിന്ന് എടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു. Can this puppy stay with us, ma? അവൻ അവന്റെ അമ്മയോട് ചോദിച്ചു, Can this puppy stay with us? ഈ ഒരു പപ്പി നമ്മുടെ കൂടെ ഇതിനെയും കൂടി താമസിപ്പിക്കുവോ അമ്മേ എന്ന് ചോദിച്ചു. Asked ബാദൽ. അമ്മയോട് ബാദൽ ചോദിച്ചു. യെസ് ബേട്ട. ബേട്ട എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ മോനെ എന്ന് പറയുന്ന അർത്ഥമാണ്. യെസ് ബേട്ട, ബട്ട് ഓൺലി ഇഫ് യു പ്രോമിസ് ടു ടേക്ക് കെയർ ഓഫ് ദ പപ്പി. ഉറപ്പായിട്ടും നമുക്ക് ഇതിനെ വളർത്താം, പക്ഷെ നീ ഒരു പ്രോമിസ് തരണം. യു ഷുഡ് ടേക്ക് കെയർ ഓഫ് ദ പപ്പി. എന്താ പറഞ്ഞത്? നീ അതിനെ നല്ലോണം നോക്കുകയാണെങ്കിൽ മാത്രം നമുക്കതിനെ നമ്മുടെ കൂടെ വളർത്താം. Said his mother with a smile. അവന്റെ അമ്മ ഒരു പുഞ്ചിരിയോടെ അവനോട് പറഞ്ഞു. ബാദൽ and his mother named the puppy മോത്തി. ബാദല് അവന്റെ അമ്മയും കൂടി ആ പപ്പിക്ക് ഒരു പേരും കൊടുത്തു. എന്താണ് പപ്പിയുടെ പേര്? മോത്തി. ഇപ്പൊ മനസ്സിലായല്ലോ ബാദൽ ആൻഡ് മോത്തി ആരാണെന്ന്? ഈ ഒരു ബോയും ഈ ഒരു പപ്പിയുമാണ് ബാദൽ ആൻഡ് മോത്തി. As days went by, മോത്തി grew up and loved ബാദൽ. മെല്ലെ മെല്ലെ നമ്മുടെ മോത്തി വലുതായിക്കൊണ്ടിരുന്നു. മോത്തി വലുതായി വന്നപ്പോ അവന് ബാദലിനെ ഭയങ്കര ഇഷ്ടമായി. ബാദലിനോട് ഭയങ്കര സ്നേഹമായി. They became best friends. അവർ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി മാറി. They ate and played together. അവര് ഭക്ഷണം കഴിക്കുന്നതും കളിക്കുന്നതും ഒക്കെ ഒരുമിച്ചായി. മോത്തി followed ബാദൽ wherever he went. ബാദൽ എവിടെയൊക്കെ പോകുന്നോ മോത്തിയും ഫോളോ ചെയ്തു. മോത്തിയും അതിന്റെ കൂടെ തന്നെ പോയി. They played their favorite games together. അവരവരുടെ ഫേവറേറ്റ് ഗെയിംസ് എല്ലാം ഒരുമിച്ച് കളിച്ചു. One rainy day, while Badal was on his way home from school, he slipped on the muddy lane and fell into a deep pit. ഒരു ദിവസം, ഒരു റെയിനി ഡേ, ഒരു മഴയുള്ള ഒരു ദിവസം, while Badal was returning on his way home from school, വൈകുന്നേരം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരികയായിരുന്നു. He slipped on a muddy lane. മഡി ലെയിൻ എന്ന് പറഞ്ഞാൽ മണ്ണ് കൊണ്ടുള്ള റോഡ്. ഓക്കെ, മഴ പെയ്യുന്ന സമയത്ത് മണ്ണൊക്കെ ചളിയായി മാറും അല്ലേ? അങ്ങനെ ആ ചളിയിൽ സ്ലിപ്പായിട്ട് he fell into a deep pit. അവൻ ഒരു വലിയ കുഴിയിലേക്ക്, ഡീപ്പായിട്ടുള്ള ആഴമുള്ള കുഴിയിലേക്ക് വീണു. He tried hard. ഹാർഡായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. But could not come out of the pit. പക്ഷെ അവന് കുഴിയിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റിയില്ല. കാരണം എന്താ? പിറ്റ് ഭയങ്കര ഡീപ്പാണ്, പിന്നെ മഴ പെയ്തിട്ട് ഭയങ്കര സ്ലിപ്പറിയാണ് അല്ലേ? അപ്പൊ അതിൽ പിടിച്ച് കയറാൻ ഒന്നും പറ്റുന്നുണ്ടാവില്ല. Badal's mother was worried when he did not come home in time. സ്കൂളിൽ നിന്ന് എല്ലാ ദിവസവും വരുന്ന ഒരു ടൈം ഉണ്ടാവുമല്ലോ, ആ ടൈമിന് ബാദൽ വീട്ടിലെത്താത്തപ്പോ ബാദലിന്റെ മദർ വാസ് വെറീഡ്. അമ്മ ഭയങ്കര ടെൻഷനായി. മോത്തി ടു വാസ് വെയിറ്റിംഗ് അറ്റ് ദ ഗേറ്റ്. എല്ലാ ദിവസവും ബാദൽ വരുന്ന സമയത്ത് മോത്തിയും ഗേറ്റിൽ വെയിറ്റ് ചെയ്യായിരിക്കും അല്ലേ ബാദലിനെ? ബാദൽസ് മദർ gathered the neighbors to help search for him.
ബാദലിന്റെ അമ്മ നൈബേഴ്സ്, അടുത്തടുത്ത വീടുകളിലൊക്കെ ഉള്ള ആൾക്കാരെ കൂട്ടി. എന്തിനു വേണ്ടിയാ? ബാദലിനെ സെർച്ച് ചെയ്യാൻ വേണ്ടി, അവരൊക്കെ സഹായിക്കാൻ വേണ്ടി എല്ലാരെയും പോയിട്ട് കൂട്ടിയിട്ട് വന്നു. മോത്തി ടു അക്കമ്പനീഡ് ദം, അവരുടെ കൂടെ മോത്തിയും പോയി. മോത്തി കോട്ട് ബാദൽസ് സെന്റ്. സെന്റ് എന്ന് പറഞ്ഞ സ്മെല്ല്. നമുക്കറിയാം ഡോഗ്സ് അല്ലെങ്കിൽ പട്ടികള് മണം പിടിക്കാൻ ഭയങ്കര എക്സ്പേർട്സ് ആണ് അല്ലേ? അപ്പൊ മോട്ടിക്ക് പെട്ടെന്ന് തന്നെ ബാദലിന്റെ സെന്റ്, ബാദലിന്റെ ഒരു സ്മെല്ല് എവിടുന്നോ കിട്ടി. He followed the scent and went near the pit and started barking. അവൻ ബാദലിന്റെ സ്മെല്ല് ഫോളോ ചെയ്തിട്ട് പിറ്റിന്റെ അടുത്ത് വരെ പോയി. ആൻഡ് സ്റ്റാർട്ടഡ് ബാർക്കിംഗ്. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ബാദലിനെ കണ്ടല്ലേ, എന്നിട്ട് ഉറക്കെ കുരയ്ക്കാൻ തുടങ്ങി. ബാർക്കിംഗ്. ദിസ് അലേർട്ടഡ് ദ നൈബേഴ്സ് ഹൂ വെർ സെർച്ചിങ് ഫോർ ബാദൽ. അപ്പൊ ഇങ്ങനെ നിർത്താതെ ഈ ഒരു പട്ടി കുരയ്ക്കുന്നത് കണ്ടപ്പോൾ അവരുടെ നൈബേഴ്സ്, ബാദലിനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന നൈബേഴ്സ് പെട്ടെന്ന് അലേർട്ടഡ് ആയി. ഈ പട്ടി അവിടുന്ന് കുരയ്ക്കുന്നുണ്ട്, അപ്പൊ അവിടെ എന്തോ സംഭവം ഉണ്ടെന്ന് അവരെല്ലാരും മനസ്സിലാക്കി. They used a rope to pull ബാദൽ out of the pit. അവര് പിറ്റിന്റെ അടുത്ത് വന്ന് നോക്കിയപ്പം ബാദലിനെ കണ്ടു. എന്നിട്ട് അവരെന്താ ചെയ്തത്? They used a rope, ഒരു കയറ്, ഒരു വലിയ കയറ്, കണ്ടോ, ഒരു റോപ്പ്, to pull ബാദൽ out of the pit. ഈ ഒരു പിറ്റിന്ന് ബാദലിനെ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി ഒരു വലിയ കയറ് യൂസ് ചെയ്തു. Everyone was relieved. ബാദലിനെ കണ്ടു, ബാദലിനെ രക്ഷിച്ചു, എല്ലാവർക്കും സമാധാനമായി, എല്ലാവരും ആ ടെൻഷൻ ഒന്ന് പോയി, റിലീവ്ഡ് ആയി. ബാദൽ ഹഗ്ഡ് ആൻഡ് താങ്ക്ഡ് മോത്തി. മോത്തി കാരണല്ലേ ഇപ്പൊ ബാദലിനെ കണ്ടുപിടിച്ചത്. അവൻ മോത്തിയെ ഹഗ് ചെയ്തിട്ട് അവനോട് താങ്ക് യു പറഞ്ഞു. നല്ല സ്റ്റോറി ആയിരുന്നല്ലേ? ഇനി നമുക്ക് ഈ ചാപ്റ്ററിന്റെ എക്സസൈസിലേക്ക് പോവാം. ആൻസർ ദ ഫോളോയിങ്. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഇതിന്റെ ആൻസേഴ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ബാദൽ കം അക്രോസ് ബൈ ദ സൈഡ് ഓഫ് ദ റോഡ്? എന്തായിരുന്നു ബാദൽ കണ്ടത് റോഡ് സൈഡില്? ബാദൽ came across a puppy shivering in the cold by the side of the road. ബാദൽ സ്കൂളിൽ നിന്ന് വരുമ്പോ തണുത്ത് വിറയ്ക്കുന്ന ഒരു പപ്പിയാണ് റോഡ് സൈഡിൽ കണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ബാദൽ ആൻഡ് ഹിസ് മദർ നെയിം ദ പപ്പി? അമ്മയും ബാദലും അതിന് എന്ത് പേരാ കൊടുത്തത്? ബാദൽ ആൻഡ് ഹിസ് മദർ നെയിംഡ് ദ പപ്പി മോത്തി. വാട്ട് ഡിഡ് ബാദൽ fall into? എന്തിലായിരുന്നു ബാദൽ വീണുപോയത്? ബാദൽ fell into a deep pit. ആഴമുള്ള ഒരു കുഴിയിലാണ് വീണുപോയത്. How did മോത്തി find ബാദൽ? എങ്ങനെയാ മോത്തി ബാദലിനെ കണ്ടുപിടിച്ചത്? മോത്തി found ബാദൽ by catching his scent and following it to the pit, where he started barking to alert the neighbors. മോത്തി ബാദലിന്റെ സെന്റ് ക്യാച്ച് ചെയ്തിട്ട് അതിനെ ഫോളോ ചെയ്ത് പിറ്റിലേക്ക് പോയി. അടുത്ത സെക്ഷൻ, റൈറ്റ് T for true and F for false. ഇവിടെ ഈ ഒരു ചാപ്റ്ററിലുള്ള കുറച്ച് സെനാരിയോസ്, കുറച്ച് സിറ്റുവേഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് പറയണം. നോക്കാം. ബാദൽ ലിവ്ഡ് വിത്ത് ഹിസ് ഗ്രാൻഡ് മദർ. ബാദൽ ഗ്രാൻഡ് മദറിന്റെ കൂടെയാണോ ജീവിച്ചത്? ഫോൾസ് ആണ് അല്ലെ? എഫ് ഫോർ ഫോൾസ്. കാരണം ബാദൽ അവന്റെ അമ്മയുടെ കൂടെയാണ് ജീവിച്ചത്. മോത്തി ഗ്രൂ അപ്പ് ആൻഡ് ലവ്ഡ് ബാദൽ. മോത്തി വലുതായപ്പം ബാദലിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലേ? ട്രൂ. ബാദൽസ് മദർ വാസ് വെറീഡ് വെൻ ഹി ഡിഡ് നോട്ട് കം ഹോം ഇൻ ടൈം. ഉറപ്പായിട്ടും അല്ലേ, മദർ ഭയങ്കരമായിട്ട് വെറി ചെയ്തു. ട്രൂ. മോത്തി കോട്ട് ബാദൽസ് ഫോട്ടോ. മോത്തി ബാദലിന്റെ ഫോട്ടോ ഉപയോഗിച്ചിട്ടാണോ ബാദലിനെ കണ്ടുപിടിച്ചത്? അല്ല, ബാദലിന്റെ സെന്റ് ക്യാച്ച് ചെയ്തിട്ടാണ്. അപ്പൊ അത് ഫോൾസ്. ബാദൽ ഹഗ്ഡ് ഹിസ് പപ്പി മോത്തി ആൻഡ് താങ്ക്ഡ് ഹിം. ശരിയല്ലേ? അവസാനം അവൻ അവന്റെ പപ്പിയെ ഹഗ് ചെയ്തിട്ട് താങ്ക് യു പറഞ്ഞു. ട്രൂ. തിങ്ക് ആൻഡ് ഡിസ്കസ് ഇൻ പെയർസ്. നിങ്ങൾ രണ്ടുപേരുടെ പെയറായിട്ട് ഇരുന്നിട്ട് ഈ ഓരോ ക്വസ്റ്റ്യൻസിനും നിങ്ങൾ ആൻസർ ചെയ്യണം. ഓക്കെ? അപ്പൊ എന്തൊക്കെയാണ് ക്വസ്റ്റ്യൻസ്
നമുക്ക് നോക്കാം. First question. Do you remember when you fell down last time? How did you fall? Who picked you up? നിങ്ങൾ ലാസ്റ്റ് ആയിട്ട് എപ്പോഴാ വീണ് പോയത്? തെന്നി വീഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വീണത് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എങ്ങനെയാണ് വീണത്? ആരാണ് നിങ്ങളെ അവിടുന്ന് പൊക്കി എണീക്കാൻ സഹായിച്ചത്? നിങ്ങൾ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് വേണം എഴുതാൻ. ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കാണിക്കാം. I fell in the park while running. ഞാൻ ഓടുന്ന സമയത്ത് പാർക്കിലാണ് വീണത്. And my friend picked me up. എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടാണ് എന്നെ പൊക്കിയെടുത്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡു യു ഹാവ് എ പെറ്റ്? നിങ്ങൾക്കൊരു പെറ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് എഴുതണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് എഴുതണം. ഡു യു നോ someone who has a pet? I don't have a pet. ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് I don't have a pet, but my neighbor has a dog. ഇത് എക്സാമ്പിൾ ആണ്. നിങ്ങൾ നിങ്ങളുടെ സിറ്റുവേഷൻ എഴുതണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If you were allowed to keep any animal as pet, which animal would you choose? Why? നിങ്ങൾക്ക് ഒരു ആനിമലിനെ പെറ്റായിട്ട് ചൂസ് ചെയ്യാൻ ഒരു അലോ ചെയ്തെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ ഏത് ആനിമലിനെയാണ് പിക്ക് ചെയ്യുക? എന്തുകൊണ്ട്? എൻ്റെ ആൻസർ I would choose a rabbit because they are cute and easy to care for. നിങ്ങൾക്ക് എന്തിനാ ഏറ്റവും ഇഷ്ടം? പൂച്ചയാണോ? പപ്പിയാണോ? ചിലർ പാരറ്റ്, പക്ഷികള്, അങ്ങനെ പല ജീവികളെയും വളർത്താറുണ്ട് അല്ലേ? നെക്സ്റ്റ്. Look at the following words from the lesson. ലെസണിലുള്ള കുറെ വേർഡ്സ് ഇവിടെ തന്നിട്ടുണ്ട്. നോട്ടീസ് ദാറ്റ് ഓൾ ദീസ് വേർഡ്സ് എൻഡ് വിത്ത് ed. കണ്ടോ? lived, loved, played, gathered, thanked. ഈ ed എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസിനെയാണ് ഉദ്ദേശിക്കുന്നത്. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ മുമ്പേ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. ലിവ്ഡ് അവര് താമസിച്ചിരുന്നു. ലവ്ഡ് സ്നേഹിച്ചിരുന്നു, അതായത് കഴിഞ്ഞ ഒരു ഇവന്റ് ആണ്. ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതാണെങ്കിലോ ലിവിങ്, ലവിങ്, പ്ലേയിങ് എന്ന് പറയും. ഇത് കഴിഞ്ഞു പോയ കാര്യമായതുകൊണ്ടാണ് നമ്മൾ ലിവ്ഡ്, ലവ്ഡ്, പ്ലേഡ് എന്നൊക്കെ പറയുന്നത്. All these actions have already happened. എല്ലാ ആക്ഷൻസും ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞതാണ്. Add ed and write. അപ്പൊ ഇവിടെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ഇതിന്റെ കൂടെയൊക്കെ ed ആഡ് ചെയ്തിട്ട് എഴുതണം. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. എല്ലാ വേർഡ്സും കൂടെ ed ആഡ് ചെയ്ത് എഴുതാം. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, പക്ഷെ ഇത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. walk plus ed എന്താ ആൻസർ വരിക? walked. play plus ed played. talk plus ed talked. ask plus ed asked. touch plus ed touched. Next. Match the words to make pairs. Color each pair with same color to have been done for you. ഈ ഓരോ വേർഡ്സും എല്ലാപ്പോഴും തന്നെ ഒരു പെയർ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങളും ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്ന വാക്കിന്റെ പെയർ റൈറ്റ് സൈഡിൽ നിന്ന് ചൂസ് ചെയ്യണം. എന്നിട്ട് ഓരോ ബോക്സ്, ആ ഒരു പെയർ ആയിട്ടുള്ള ബോക്സിന് സെയിം കളറും കൊടുക്കണം. ഇവിടെ 2 എക്സാമ്പിൾ നിങ്ങൾക്ക് വേണ്ടി തന്നിട്ടുണ്ട്. ഏതൊക്കെയാ? പേപ്പർ, പെൻസിൽ, രണ്ടും യെല്ലോയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ഈസി ആയില്ലേ? ഇനി ചെയർ, ടേബിൾ. ചെയറും ടേബിളും പെയറാണ്, അതിന് ബ്ലൂ കളർ വീതം കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതിന്റെ പെയർസ് നിങ്ങൾക്ക് കണ്ടുപിടിച്ച് ഏതെങ്കിലും സെയിം കളർ കൊടുക്കാൻ പറ്റുമോ? ഇപ്പൊ ബാറ്റിന്റെ പെയർ എന്താണ്? എല്ലാവർക്കും അറിയാം അല്ലെ? ബോൾ. ബാറ്റ്, ബോൾ. നീഡിലിന്റെ പേരെന്താ? നീഡിൽ, ത്രെഡ്. ലോക്കിന്റെ പേരെന്താണ്? ലോക്ക്, കീ. ഇഡ്ലിയുടെ പേരോ? ഇഡ്ലി, സാമ്പാർ. നിങ്ങളുടെ ബുക്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്തിട്ട് പേഴ്സിന് ഒരേ കളർ കൊടുക്കുക. ഓക്കെ. നെക്സ്റ്റ്. Your teacher will read out the story of Badal and Moti once again to you.
നിങ്ങളുടെ ടീച്ചർ ബാദലിന്റെയും മോത്തിയുടെയും സ്റ്റോറി നിങ്ങൾക്ക് ഒന്നുകൂടി വായിച്ചു തരും. Now read the following sentences and number them in sequence of the story. ആ ഒരു സ്റ്റോറിയുടെ സീക്വൻസിൽ ഈ താഴെ തന്നിരിക്കുന്ന സെന്റൻസുകളെ ഓർഡർ ചെയ്തിട്ട് എഴുതാൻ. അപ്പൊ ഈ ഒരു സെന്റൻസുകൾ ചാപ്റ്ററിൽ നിന്ന് എടുത്തിട്ട് ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. പക്ഷെ ഇത് കറക്റ്റ് ഓർഡറിലല്ല ഉള്ളത്. അത് കറക്റ്റ് ഓർഡർ ആക്കേണ്ട ഡ്യൂട്ടി നിങ്ങൾക്കാണ്. The first sentence has already been marked for you. One rainy day, he slipped and fell into deep pit. Badal and his mother named the puppy Moti. Badal hugged Moti. Badal came across a puppy by the side of the road. Moti accompanied Badal's mother to search for him. Moti followed Badal's scent and went near the pit and started barking. First sentence ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. Badal came across the puppy by the side of the road. Second sentence, Badal and his mother named the puppy Moti. അതാണ് second sentence. അതിനുശേഷം one rainy day he slipped and fell into a deep pit. ആരാണ്? Badal. Moti accompanied Badal's mother to search for him. 4. Fourth point ആണിത്. Moti followed Badal's scent and went near the pit and started barking. Next point. Last, Badal hugged Moti. 6th. ഇതാണ് ഇതിന്റെ കറക്റ്റ് ഓർഡർ. നിങ്ങൾ ഒന്നുകൂടി വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും കേട്ടോ. Talk in pairs about what you do every day. നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി ഒരു പെയറായിട്ടിരുന്ന് ക്ലാസ്സിൽ സംസാരിക്കാമോ? എന്തൊക്കെയാണ്? 3 മെയിൻ പോയിന്റ്സ് ആണ്. ഫസ്റ്റ്, ബിഫോർ യു കം ടു സ്കൂൾ. സ്കൂളിൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഡ്യൂറിങ് ദ സ്കൂൾ അവേഴ്സ്. സ്കൂൾ അവേഴ്സിൽ നിങ്ങൾ എന്തൊക്കെയാ ചെയ്യുന്നത്? ആഫ്റ്റർ ഗോയിങ് ബാക്ക് ഹോം. അതിനുശേഷം വീട്ടിലെത്തിയതിനു ശേഷം നിങ്ങൾ അവിടെ എന്തൊക്കെയാ ചെയ്യുന്നത്? യു മേ യൂസ് ഫോളോയിങ് ക്ലൂസ്. അപ്പോൾ ഓരോ മെയിൻ പോയിന്റിനും ഇതേപോലത്തെ ചെറിയൊരു പാരഗ്രാഫ് വീതം നിങ്ങൾ എഴുതണം. അതിൽ ഫസ്റ്റ് പോയിന്റിന് ഇവിടെ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. Every day I dash up at dash in the morning, then I dash my teeth and go to dash after that. I take a dash and dress up for school. I dash breakfast and I dash to school. ഇതിൽ വിട്ടുപോയ കാര്യങ്ങൾ നിങ്ങൾ ഫില്ല് ചെയ്യണം. അതുപോലെ തന്നെ ഡ്യൂറിങ് സ്കൂൾ അവേഴ്സും ആഫ്റ്റർ ഗോയിങ് ബാക്ക് ഹോമും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക എന്നുള്ളതും നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം. എഴുതുവോ? നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. Before you come to school, every day I wake up at 7 a.m. in the morning. Then I brush my teeth and go to bathroom. After that, I take a shower and dress up for school. I eat breakfast and I walk to school. ഇനി നിങ്ങൾ നിങ്ങളുടെ ഒരു ഡെയിലി റുട്ടീൻ ഇവിടെ എഴുതണം. ഓക്കെ? Next, during the school hours. During school hours, I attend classes, listen to my teachers, and complete my assignments. I also play with my friends during break time. നിങ്ങൾ ഇങ്ങനെയൊക്കെയാണോ ചെയ്യാറ്? അതിനുശേഷം after going back home. After going back home, I do my homework, play outside for a while, and then have dinner with my family. Finally, I go to bed and sleep by 10 p.m. Okay? Look at the picture. They show a story of 2 friends, a pigeon and an ant. But the pictures are jumbled up. Number them to get the correct order to make a story. ഇത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ ഈ സ്റ്റോറി? ടു ഫ്രണ്ട്സ് പീജിയൻ ആൻഡ് ആൻഡ്. എന്തായിരുന്നു അവരുടെ സ്റ്റോറി? ഒരു ദിവസം ഒരു പ്രാവ് നദിക്കരയിലുള്ള ഒരു മരത്തിന്റെ മുകളിൽ ഇരിക്കുകയായിരുന്നു. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇമേജ്. അപ്പോഴാണ് ഒരു ഉറുമ്പ് വെള്ളത്തിൽ പോയിട്ട് രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് കരയുന്നത് കണ്ടത്. 2.
പെട്ടെന്ന് നമ്മുടെ മരത്തിലിരിക്കുന്ന പ്രാവ് ഇത് കണ്ടു. അത് ആന്റിനെ രക്ഷിക്കാൻ വേണ്ടി ഒരു ഇല പറിച്ചിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. 3. ഉറുമ്പ് ആ ഇലയിൽ കയറി രക്ഷപ്പെട്ടു. 4. കുറേ ദിവസത്തിന് ശേഷം ഒരു ഹണ്ടർ ഈ ഒരു പ്രാവിനെ വെടിവെക്കാൻ നോക്കിയപ്പോ ആന്റ് ഹണ്ടറിന്റെ കയ്യിൽ കടിച്ചു. അപ്പോ ഹണ്ടറിന്റെ ഉന്നം തെറ്റി അത് വേറെ സ്ഥലത്തേക്ക് വെടിവെച്ചു. പ്രാവ് ആ ശബ്ദം കേട്ട് പറന്ന് രക്ഷപ്പെട്ടു. പിന്നീട് പ്രാവ് തിരിച്ചു വന്നിട്ട് ആന്റിന്റെ അടുത്ത് താങ്ക് യു പറഞ്ഞു, അതിന്റെ നന്ദി പറഞ്ഞു. അവരതിനു ശേഷം എല്ലാ കാലത്തും ഫ്രണ്ട്സ് ആയി തുടർന്നു. ഇതാണല്ലേ സ്റ്റോറിയുടെ ഓർഡർ. ഇനി ഇതല്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അതിനെ കറക്റ്റ് ഓർഡർ ആക്കുക. ഓക്കെ, Now fill in the blanks using words in the box to complete story. ഇനി ആ ഒരു സ്റ്റോറി ഇവിടെ വലിയ പാരഗ്രാഫ് ആയിട്ട് തന്നിട്ടുണ്ട്. പക്ഷെ അതിൽ കുറച്ച് വേർഡ്സ് മാത്രം മിസ്സിംഗ് ആണ്. ആ വേർഡ്സ് ഇവിടെയുള്ള ബോക്സിൽ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ വേർഡ്സ് ചൂസ് ചെയ്തിട്ട് ഈ ബ്ലാങ്ക്സിൽ ഫിൽ ചെയ്തിട്ട് ഈ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്യണം. ചെയ്യാമോ? നമുക്കൊന്ന് നോക്കാം. A dove was resting on a എവിടെയായിരുന്നു? branch of a tree near a stream അല്ലെങ്കിൽ river. An ant fell into the stream and cried for help. The dove dropped a leaf into the stream. The ant climbed on the leaf and landed safely. Another day, the ant saw a hunter aiming at the dove. She quickly climbed up and bit the hunter's hand. The dove flew away unhurt. ഇങ്ങനെയാണ് സ്റ്റോറി കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്തു നോക്കണം കേട്ടോ. Look at these statements from the lesson. നമ്മുടെ ലെസണിൽ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാ? Can this puppy stay with us, ma? ഈ പപ്പിക്ക് നമ്മുടെ കൂടെ താമസിക്കാമോ അമ്മേന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇവിടെ ഈ ഒരു സെന്റൻസിൽ ഇവിടെ ഒരു കോമ പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ് ഇട്ടിരിക്കുന്നത്. അതേപോലെ യെസ് ബേട്ട കോമ ബട്ട് ഓൺലി ഇഫ് യു പ്രോമിസ് ടു ടേക്ക് കെയർ ഓഫ് ദ പപ്പി ഫുൾ സ്റ്റോപ്പ്. എപ്പോഴാണ് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുക? ഒരു സെന്റൻസ് കഴിയുമ്പോഴാണ് ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക. ഇനി ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എപ്പോഴാണ് കൊടുക്കുക? ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ശേഷം അതിന്റെ എൻഡിലാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. അപ്പൊ നമുക്കതൊരു ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാവും. ആഡ് എ ക്വസ്റ്റ്യൻ മാർക്ക് ഓർ എ ഫുൾ സ്റ്റോപ്പ് ടു ദ ഫോളോയിങ്. ഇവിടെ തന്നിരിക്കുന്ന ഈ സെന്റൻസിൽ ക്വസ്റ്റ്യൻ മാർക്കോ അല്ലെങ്കിൽ ഫുൾ സ്റ്റോപ്പ് കൊടുക്കുക. The sun rises in the east. ഇതൊരു സെന്റൻസ് കംപ്ലീറ്റ് ആയി. അപ്പൊ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് കൊടുക്കാം. വാട്ട് ഈസ് യുവർ നെയിം? അതൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. വാട്ട് ഈസ് യുവർ നെയിം? അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കണം. ഐ ലൈക്ക് ടു ഈറ്റ് മാംഗോസ്. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് കംപ്ലീറ്റ് ആയി. അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ്. മേ ഐ ബോറോ യുവർ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക്? അതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക്. ബൃന്ദ ആൻഡ് നർമ്മദ ആർ ഗുഡ് ഫ്രണ്ട്സ്. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് കംപ്ലീറ്റ് ആയി. അപ്പൊ ഫുൾ സ്റ്റോപ്പ്. ഹൂസ് ഷൂസ് ആർ ദീസ്? ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമുക്ക് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ്, കംപ്ലീറ്റ് ദ ഫോളോയിങ് കൺവെർസേഷൻ ബിറ്റ്വീൻ ടു ചിൽഡ്രൻ. ഇവിടെ രണ്ട് കുട്ടികൾ തമ്മിലുള്ള ഒരു കൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. ഇവരെന്തൊക്കെയായിരിക്കും സംസാരിക്കുക? നിങ്ങൾ ഇത് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് ഗേൾ ആണ് ചോദിക്കുന്നത്. നമസ്തേ, ഐ എം ആനന്ദി, വാട്ട് ഈസ് യുവർ നെയിം? അപ്പൊ ബോയ് എന്തായിരിക്കും പറയാ? നമസ്തേ, ഐ എം അഭിനവ്. എന്ത് പേര് വേണേലും കൊടുക്കാം കേട്ടോ. ഐ ലിവ് ഇൻ മൈസൂർ, വേർ ഡു യു ലിവ്? ഗേൾ ചോദിക്കുക. ബോയ് പറയാ ഐ ലിവ് ഇൻ മൈസൂർ ടു. അപ്പൊ ഗേൾ പറയാണ് ഐ ഗോ ടു കേന്ദ്രീയ വിദ്യാലയ സ്കൂൾ. അപ്പൊ ബോയ് എന്താ പറയാ? യെസ്, ഐ സ്റ്റഡി ഇൻ ദാറ്റ് സ്കൂൾ ടു. ഓ റിയലി, വിച്ച് ക്ലാസ് ആർ യു ഇൻ? ബോയ്, I am in class 3. Which class are you in? Girl പറയാ I am in class 2. അപ്പൊ ബോയ് എന്താ പറയുന്നേ?
നൈസ് മീറ്റിംഗ് യു, സീ യു ഇൻ സ്കൂൾ ടുമോറോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പിരിഞ്ഞുപോയി. ഇത് നിങ്ങളുടെ സ്റ്റൈലിൽ വേറെ രീതിയിൽ ഈ കോൺവെർസേഷനെ മാറ്റാം. ഓക്കെ, നെക്സ്റ്റ്, ലുക്ക് അറ്റ് ദ പിക്ചർ ബിലോ. ഇറ്റ് ഷോസ് 3 ചിൽഡ്രൻ പ്ലേയിങ്. ഇതിൽ 3 കുട്ടികൾ പ്ലേയിങ്, കളിക്കുകയാണ് ഈ ഒരു ചിത്രത്തിൽ. വുഡ് യു ലൈക്ക് ടു ആഡ് എനിത്തിങ് ടു ദിസ് പിക്ചർ? നിങ്ങൾക്ക് ഈ ഒരു ചിത്രത്തിൽ ഇനിയും എന്തെങ്കിലും ആഡ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടോ? യൂസ് യുവർ ക്രയോൺസ് ഓർ കളർ പെൻസിൽ ടു ആഡ് ടു ദ പിക്ചർ. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഈ ഒരു ഗിവൻ പിക്ചറിൽ ആഡ് ചെയ്യാം. നിങ്ങളുടെ ക്രയോൺസും കളർ പെൻസിലും ഉപയോഗിച്ച് ബുക്കിൽ ഈ ഒരു സ്പേസിൽ ഇഷ്ടമുള്ള ചിത്രം വരച്ചു കൊടുക്കുക. ഓക്കെ ഓക്കെ, അപ്പൊ ഈ ചാപ്റ്റർ ഇവിടെ കഴിയാണ്. നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് ഞാൻ പെട്ടെന്ന് വരാം. അതുവരേക്കും ബൈ.